നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഓതിയാൽ മതി. ഖുർആനിൻ്റെ രഹസ്യം എന്നറിയപ്പെടുന്ന 2 ആയത്തുകളുണ്ട്. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ കൈ തലയിൽ വെച്ചുകൊണ്ടാണ് ഈ ആയത്തുകൾ ഓതേണ്ടത്. ഓക്കെ, ഏതാണ് ഈ ആയത്തുകൾ? സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്തുകളാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്. ഞാൻ ഈ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഫ്ലൈറ്റിന് യാത്ര ചെയ്യുന്ന സമയത്ത് ഇനി അത് പൊട്ടിത്തെറിച്ചാലും നമുക്കൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിനുള്ള മറുപടി കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കാളും മനോഹരമായിട്ട് ഈ ഒരു മാമ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം. എന്തിനാണ് മുസ്ലിയാരെ ഇങ്ങനെ വെറുതെ ഈ മറ്റുള്ളവരെ കൊണ്ട് ഈ സമുദായത്തെ ഈ സമൂഹത്തെ ഇങ്ങനെ പരിഹസിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഈ വാനലോകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിപ്പം വിശ്വാസികൾ വേണമെന്നില്ല, അവിശ്വാസികൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ പറഞ്ഞു. എന്തായിരുന്നാലും അവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ഒരുത്തനും വന്ന് ചോദിക്കാൻ പോകണില്ല, നിങ്ങളോട് ചോദിക്കാൻ പോകണില്ല. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടും പിന്നെ അപകടം സംഭവിച്ചല്ലോ ഞാൻ ചോദിക്കാൻ ഏതെങ്കിലും ഒരുത്തം വരികയില്ല, ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും അങ്ങനെ ബാധകമാക്കി അങ്ങ് തട്ടിവിട്ടാൽ പോരായിരുന്നോ? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 7 മണി മുതൽ 2 മണി വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. ഒരു നേരത്തെ ചാപ്പാടും ചിലപ്പോൾ കിട്ടും. അതല്ലേ നല്ലത്? വെറുതെ എന്തിനാ ഈ മറ്റുള്ളവനെ കൊണ്ട് ഈ പറയിപ്പിക്കുന്നത്?